ഛത്തീസ്ഗഡിൽ മതപരിവർത്തനം ആരോപിച്ച കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകളുടെ പ്രതിഷേധ റാലി നടക്കുകയാണ്. വൈദികരും വിശ്വാസികളും കന്യാസ്ത്രീകളും കറുത്ത റിബൺ കൊണ്ട് വാമൂടി കെട്ടിയാണ് റാലി നടത്തുന്നത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണ് റാലി ആരംഭിച്ചത്. രാജ്ഭവന് മുന്നിലെ പൊതുയോഗത്തിൽ ബിഷപ്പുമാർ പങ്കെടുക്കും. ഷിജോ കുര്യൻ റാലിക്കൊപ്പം ചേരുന്നുണ്ട്. ഷിജോ, റാലി എവിടെ എത്തി? എത്തുകയാണ്. നമുക്ക് ദൃശ്യം തന്നെ കാണാം. ബാബ നേതൃത്വം നൽകുന്ന റാലി ഇപ്പോൾ രാജ്ഭവന് മുമ്പിലേക്ക് എത്തുകയാണ്. വിവിധ ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള അധ്യക്ഷന്മാർ ഈ റാലിക്ക് നേതൃത്വം നൽകുന്നുണ്ട്. നമ്മുടെ നേരത്തെ അടക്കം തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ സഹായമന്ത്രി ഡോക്ടർ ക്രിസ്തുദാസ് അടക്കമുള്ള മെത്രാപ്പൊലീത്തമാർ നമ്മളോട് സംസാരിച്ചിരുന്നവരും പ്രതിഷേധ റാലി അല്പസമയത്തിനകം രാജ്ഭവന് മുമ്പിലേക്ക് എത്തും. ഇപ്പോൾ ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിന് മുമ്പിലേക്ക് പ്രതിഷേധ റാലി എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഇപ്പോൾ ഉടൻ തന്നെ രാജ്ഭവന് മുമ്പിലേക്ക് ഈ പ്രതിഷേധ റാലി എത്തിച്ചേരും. വലിയ പ്രതിഷേധം തന്നെയാണ്. ഛത്തീസ്ഗഡിൽ 2 മലയാളി കന്യാസ്ത്രീകൾ അകാരണമായി അറസ്റ്റ് ചെയ്യപ്പെട്ട സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ വ്യാപകമായിട്ട് ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേരളത്തിന്റെ പലയിടങ്ങളിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിന്റെ തുടർച്ച എന്നോണമാണ് ഇന്നിപ്പോൾ രാജ്ഭവനിലേക്ക് വിവിധ ക്രൈസ്തവ സഭകളുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ റാലി നടത്താൻ തീരുമാനിച്ചത്. മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ KCBCയുടെ പ്രസിഡന്റുമായിട്ടുള്ള കർദിനാൾ ബെസേലിയോസ് മർത്തോമ കാതോലിക്ക ബാവ, അതുപോലെ തന്നെ ഇപ്പോൾ മർത്തോമ സഭയുടെ ഐസക് മാർ പിലക്സിനോസ് മെത്രാപ്പൊലിത്ത, ചങ്ങനാശ്ശേരി രൂപതയിലെ മെത്രാപ്പൊലിത്തമാർ, തിരുവനന്തപുരം ലത്തീൻ അതിരൂപത മെത്രാൻ ബിഷപ്പ് തോമസ് ചേനറ്റോ, അതുപോലെ തന്നെ മറ്റ് വിവിധ മെത്രാപ്പൊലിത്തമാർ, മറ്റ് വൈദിക കന്യാസ്ത്രീകൾ, വിശ്വാസികൾ, അങ്ങനെ 100 കണക്കിന് ആളുകളാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തുന്നത്. ഈ പ്രതിഷേധത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം എന്ന് പറയുന്നത് ഛത്തീസ്ഗഡിൽ അകാരണമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജാമ്യം പോലും നിഷേധിച്ച് ജയിലിൽ കഴിയുന്ന കന്യാസ്ത്രീമാരുടെ 2 മലയാളി കന്യാസ്ത്രീമാരുടെ മോചനത്തിന് കേന്ദ്ര സർക്കാർ എത്രയും വേഗം ഇടപെടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിവിധ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ റാലി രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ചത്. ഇപ്പോൾ റാലി പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവന് മുമ്പിലേക്ക് എത്തുകയാണ്. രാജ്ഭവന് ഏതാണ്ട് 200 മീറ്റർ ഇപ്പുറത്തേക്ക് ബാരിക്കേഡ് കെട്ടി ഈ പ്രതിഷേധ റാലി തടഞ്ഞിട്ടുണ്ട്. സമീപം ഒരു ബിഷപ്പ് ഹൗസിനോട്, ലത്തീൻ അതിരൂപതയുടെ ബിഷപ്പ് ഹൗസിനോട് ചേർന്നുകൊണ്ട് ഒരു പൊതുയോഗത്തിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പൊതുയോഗത്തിലായിരിക്കും മറ്റ് ബിഷപ്പുമാർ അടക്കമുള്ള ആളുകൾ സംസാരിക്കുക. എന്തായാലും ഈ പ്രതിഷേധ റാലി രാജ്ഭവന് മുമ്പിലേക്ക് എത്തുകയാണ്. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, ഐസക് മാർ ഫിലക്സിനോസ് മെത്രാപ്പൊലിത്ത, മറ്റ് മെത്രാപ്പൊലിത്തമാർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധ റാലിയിലെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കാനായിട്ട് വേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ഈ പൊതുയോഗത്തിലായിരിക്കും വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാട് മെത്രാപ്പൊലിത്തമാർ പ്രഖ്യാപിക്കുക. നേരത്തെ തന്നെ ഇവർ വളരെ കൃത്യമായിട്ട് നിലപാട് പറയുകയും ചെയ്തിരുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPക്കെതിരായിട്ടുള്ള കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് വിവിധ ക്രൈസ്തവ സഭ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ടത്. അതിന്റെ തുടർച്ചയെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ആ പ്രതിഷേധം കണ്ടതാണ്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്നും തിരുവനന്തപുരത്ത് വിവിധ ക്രൈസ്തവ സഭകൾ, മലങ്കര കത്തോലിക്ക സഭയുണ്ട്, ലത്തീൻ കത്തോലിക്ക സഭ, അതുപോലെ തന്നെ സിറോ മലബാർ സഭ, വിവിധ മർത്തോമ സഭ, യാക്കോബായ സഭ അടക്കമുള്ള എല്ലാ സഭകളുടെയും നേതൃത്വത്തിലാണ് ഇന്നിപ്പോൾ ഇങ്ങനൊരു പ്രതിഷേധ റാലി തിരുവനന്തപുരത്തേക്ക് സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് രാജ്ഭവനിലേക്ക് സംഘടിപ്പിച്ച റാലി ഇപ്പോൾ രാജ്ഭവന് മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതാണ്ട് 4 മണിയോടുകൂടി തുടങ്ങിയ റാലി 4:50 രാജ്ഭവന് മുമ്പിലേക്ക് എത്തിയത്. ഇവിടെ ഇപ്പോൾ ഒരു പൊതുയോഗമുണ്ട്. ഈ പൊതുയോഗത്തിലായിരിക്കും മറ്റ് ബന്ധപ്പെട്ട മെത്രാപ്പൊലിത്തമാർ സംസാരിക്കുന്നത്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് തോമസ് ചേനറ്റോ, KCBCയുടെ അധ്യക്ഷനും മലങ്കര കത്തോലിക്ക സഭയുടെ മെത്രാപ്പൊലിത്തയുമായിട്ടുള്ള കർദിനാൾ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ, മർത്തോമ സഭയുടെ മെത്രാപ്പൊലിത്ത ഐസക് മാർ ബിലക്സിനോസ്, നെയ്യാറ്റിൻകര അതിരൂപതയുടെ മെത്രാൻ, അങ്ങനെ തുടങ്ങി വിവിധ മെത്രാപ്പൊലിത്തമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ പ്രതികരണം നടത്തും. കൃത്യമായിട്ടുള്ള നിലപാടാണ് ഈ പ്രതിഷേധത്തിലൂടെ നടത്തുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ചോദിച്ചപ്പോൾ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ പറഞ്ഞതാണ്. അദ്ദേഹത്തോട് നമ്മൾ നേരത്തെ ചോദിച്ചത് ഇതൊരു കൃത്യമായിട്ടുള്ള നിലപാട് പ്രഖ്യാപനം തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. സംഘപരിവാറിനും RSSനും എതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാട് ഇക്കാര്യത്തിലൂടെ പറയുന്നു എന്നുള്ള കാര്യം വളരെ അസന്നിഗ്ധമായിട്ട് അടിവരയിട്ടുകൊണ്ട് എല്ലാ ക്രൈസ്തവ സഭകളുടെയും അധ്യക്ഷന്മാർ പറയുന്നുണ്ട് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ സമീപകാലത്തൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള വലിയ പ്രതിഷേധം ക്രൈസ്തവ സഭകളുടെ ഭാഗത്ത് നിന്ന് രാജ്ഭവനിലേക്ക് ഉണ്ടാകുന്നു, BJPക്കെതിരെ ഉണ്ടാകുന്നു.
ഒരു ക്രിസ്മസ് ആയിക്കോട്ടെ മറ്റെന്തെങ്കിലും ആഘോഷമായിക്കോട്ടെ ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കും മറ്റ് വൈദികരുടെ അടുത്തേക്കും ഷാളും കേക്കും ഒക്കെ ആയിട്ട് വരുന്ന BJP നേതാക്കൾ എന്തുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നീതി നൽകാൻ വേണ്ടി ഇടപെടുന്നില്ല എന്നുള്ള ചോദ്യം വിവിധ ക്രൈസ്തവ സഭകളിലുള്ള വൈദികർ ചോദിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയേണ്ടത് BJP നേതൃത്വമാണ്. BJP നേതൃത്വം ഇക്കാര്യത്തിനകത്ത് ഒരു ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ക്രൈസ്തവ സഭകളിൽ നിന്നുള്ള അധ്യക്ഷന്മാർ പറയുന്നത്. കേരളത്തിൽ ഒരു നിലപാട്, കേന്ദ്രത്തിൽ മറ്റൊരു നിലപാട്. ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് പുറത്തിറങ്ങി സഞ്ചാര സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മതേതര രാജ്യത്ത് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലുള്ള ഇടപെടലുകൾ ഉത്തരേന്ത്യയിൽ നടക്കുന്നുണ്ട്. അത് നാളെ കേരളത്തിലേക്കും വന്നുകൂടായികയില്ല എന്നൊരു ഭയം കേരളത്തിലെ ക്രൈസ്തവർക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരം ഒരു ആശങ്കയിൽ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് പ്രതിഷേധം. ശരി ഷിജോ, തുടരൂ. സേഫ് സെയിൻ ലാബ്ദീൻ കൂടി ഉണ്ട് അവിടെ നിന്ന് വിവരങ്ങൾ നൽകാനായി. സേഫ, ക്രൈസ്തവ സഭകളുടെ ഈ പ്രതിഷേധം, സഭാ അധ്യക്ഷന്മാർ മുന്നിട്ട് നിന്നുകൊണ്ട് അല്ലെങ്കിൽ നേതൃത്വം നൽകിക്കൊണ്ട് നടക്കുന്ന ഈ ഒരു പ്രതിഷേധം, ഇത് കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധിച്ചുള്ള റാലി എന്നതോടൊപ്പം തന്നെ BJPക്കെതിരായ ശക്തമായ നിലപാട് എന്നുകൂടി കരുതാം. ഈ പ്രതിഷേധ റാലി സമ്മേളനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗത പ്രസംഗത്തിനായി വികാരി ജനറൽ തിരുവനന്തപുരം അതിരൂപത മോൺസിഞ്ഞോർ യൂജൻ പെരേര ക്ഷണിക്കും.